ഇന്നത്തെ കളിയാണ് ഏത്? ഇന്നത്തെ കളിയാണ് ഏത്? കളിയാണോ വൈകുന്നേരമാവട്ടെ ഇവിടെ കളിയാണ് പേശ്. എന്റെ കളി ഇക്കന്നെ വിളിച്ച് സമ്മാനം നിങ്ങൾ തന്നെ എടുത്തോ. തൊട്ടുകാരും താഴെക്കാരും മകം വേണം. വേണ്ടാത്ത നിൽക്കണ്ട. തൊട്ടുകാര് കളിക്കാൻ മാത്രം കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. എന്താ കൊട്ടാണ് നായി കഴിയുമ്പോ കൊട്ടില്ല. നായി കഴിയുമ്പോ ആരവിടെ വാദം പിടിച്ച് കിടക്കണേ? നിങ്ങൾ കലാസം വെക്കുമ്പോ കൊട്ടില്ലാന്നോ? അവിടെ കിട്ടും. നീ കലാസം വെക്കുമ്പോ അപ്പൊ കൊട്ടണം. ഞായറാഴ്ച കലായം വെച്ചാ തിങ്കളാഴ്ച ഒന്ന് വട്ടിക്കോടിയോ? ഞായറാഴ്ച കലാസം വെച്ചാ തിങ്കളാഴ്ച അത് പറക്കും തോന്നുന്നു. ആര് ഇങ്ങ വരുന്നുണ്ട്? എന്റെ കാര്യം എനിക്കറിയില്ല. എന്താന്ന് അറിയില്ല.
ഞായറാഴ്ച തിങ്കളാഴ്ച നിങ്ങളുടെ കരാച്ചും കളിക്കാർ കൊട്ടും കറക്റ്റ് സമയത്തിലാണോ? അതാണ് നിങ്ങളുടെ രാജ്യം എവിടെ? നിങ്ങളുടെ രാജ്യം എന്നെ കണ്ടു നിങ്ങളെ കണ്ടു തീരെ മനസ്സിലായില്ലല്ലോ. ഒട്ടും മനസ്സിലായി നിങ്ങളുടെ തീട്ടില്ലല്ലോ. അതല്ല നിങ്ങൾ ഒട്ടും മനസ്സിലായില്ല. നിന്റെ നാടാ എന്റെ നാടാ നിങ്ങളുടെ നാട് എവിടെയാണ്? അത് തന്നെ എന്റെ നാടല്ലേ തമ്പുരാൻ എങ്ങനെയാണെന്ന് അയാൾ കളം കൂട്ടിട്ട് പോകും. തമ്പുരാൻ കളം കൂട്ടി പോകും. അയാൾ ചാമി നിന്റെ തരുമോ? ചാമിയിലുണ്ട് അപ്പം പേരനെ ചാവി നിങ്ങളായി തന്നാലും തന്നാ ആരാ തമ്പുരാൻ? നിങ്ങളുടെ തന്തിയാ? എന്റെ തമ്പുരാനാണെങ്കിൽ നീ എന്റെ വീട്ടിൽ വലിക്ക് വേണ്ടി വരും. എന്റെ തന്തയല്ല. തമ്പുരാൻ കാലത്തുള്ള താക്കൂറാണ് തിരികെ വാങ്ങിയാലോ? അല്ലേ പഠിക്കാരൻ. നിന്റെ പേരെന്താണ്? പേര് വന്ന് ഭാസ്കരൻ. വാഴക്കരയല്ല ഉണ്ണിത്തണ്ടുകര. പേര് വന്ന് ഭാസ്കരൻ. എന്റെ അപ്പനും അമ്മയും ചെയ്യുമ്പോ സുഖം പോലെ ചെയ്തു. അതുകൊണ്ടാണല്ലോ നീ ഇത്രയും വലുതായത്. ഇടാ എന്ത് ചെയ്തു നിന്റെ അത്രയും? അത് ചോദിച്ചില്ലല്ലോ. ഒന്നും ചോദിച്ചില്ല. വിദ്യ പായസം തന്നത് സേമിയ പായസം ഉണ്ടായി. പഠിപ്പിച്ചത് അത്രയും നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ടായി. എന്റെ അപ്പനും അമ്മയും കൂടി ആദ്യം എന്നെ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചോകൃത്തിയല്ല ഉണ്ണി. ആദ്യം 7 അത്രയും 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തി. പന്നിയെ കൊണ്ട് ചോകൃത്തിയല്ല. പിന്നെ ക്ലാസ് 2ആയി, പിന്നെ 3ആയി, പിന്നെ അങ്ങനെ 4ആയി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ മൊത്തം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എങ്ങനെ? എന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അതിലൊരു കണക്ക് ടീച്ചർ വന്നു. ക്വസ്റ്റ്യൻ ടീച്ചർ വന്നില്ലയാ? ആ ടീച്ചർ എന്റെ അടുത്ത് കേൾക്കേണ്ട കാര്യമാണ് കേട്ടത്. എന്താ ഉണ്ണി കേട്ട്? വേറൊന്നുമല്ല, അത്രയും പിള്ളേരെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോ എന്റെ അടുത്ത് മാത്രം ആ ടീച്ചർക്ക് ഒരു വൈരാഗ്യം. അതെ കാരണത്തിന് നീ നല്ലൊരു കുട്ടിയായതുകൊണ്ടായിരിക്കും ചോദിച്ചത്. അതൊന്നുമല്ല, എന്റെ അടുത്ത് മാത്രം വൈരാഗ്യം. അറിയാണ് എന്റെ അടുത്ത് വന്നെത്തിയതും കുട്ടി ഗണിക്കടാ പറഞ്ഞു. എന്ന് പറയാൻ ഞാൻ അപ്പൊ തന്നെ അടിച്ചങ്ങട് നിന്നു. മോളി കയറി നിൽക്കുകയല്ല. എന്റെ അടുത്ത് ആ ടീച്ചർ എന്റെ അടുത്ത് കേൾക്കേണ്ട കഴിവിയാ കേട്ടത്. അയാള് ചോദിക്കാണ് 4ഉം 3ഉം എത്രയാണ് ലെക്ക? അതുകൊണ്ട് നിന്റെ വിദ്യാഭ്യാസം എത്ര അളക്കാൻ വേണ്ടി ചോദിച്ചാണ്. എനിക്കത് മനസ്സിലായില്ല. ഞാൻ എന്ത് ചെയ്തു? എപ്പൊ 4ഉം 3ഉം എത്രയാണെന്ന് എന്റെ അടുത്ത് കേട്ടോ? എത്രയാണെന്ന് ചോദിച്ചോ? സെഞ്ചി മക്കളോർത്ത് ഞാൻ കൊണ്ടാണ് വീട്ടിൽ. നീ അങ്ങനെ സെഞ്ചി വീട്ടിലേക്ക് പോകുന്നത് എന്താ? ഞാൻ വീട്ടിൽ പോകാൻ കാരണം ഈ 4ഉം 3ഉം അറിയാത്ത ടീച്ചറിന്റെ അടുത്ത് പഠിച്ചിട്ട് അറിയാത്തത് എനിക്കറിയോന്ന് ചോദിച്ചതാണ്. എനിക്കിത് അറിയില്ലല്ലോ. അറിയില്ല. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിരിക്കുകയല്ല. എനിക്കാണ് ഈ പഠിപ്പ് വേണ്ടേ. വേണം. എന്റെ അപ്പനും അമ്മയും കൂടി എന്റെ മുഖത്ത് നക്കിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയായ നമുക്ക് പഠിപ്പ് കിട്ടില്ല. എനിക്ക് പഠിപ്പ് കിട്ടില്ല. ഒരു ടീച്ചറിനെ കൊണ്ടുവന്ന് വീട്ടിൽ ദിവസം വെക്കണം. ട്യൂഷൻ എടുക്കാൻ പറ്റും. എപ്പോ ടീച്ചർ വന്ന് ട്യൂഷൻ വെച്ചോ? എപ്പോ ടീച്ചർ വന്ന് ട്യൂഷൻ വെച്ചോ? ഞാനങ്ങനെ പാടായി. അങ്ങനെ ക്ലാസ് കയറി പാസ്സായി. അങ്ങനെ പിടി കയറി പഠിച്ചു. സാമാന്യം വായിക്കാനാ അവിടെ വരെ പഠിക്കല്ല. അതിനനുസരിച്ച് ഉദ്യോഗം നോക്കണ്ടേ? അയച്ചു തീ വന്ന കൂത അവിടേക്ക് ആൾക്കാരാണ്ട ചോറ് കൊടുത്തത്. എന്താ ഇങ്ങനെ അവിടെ കഴിക്കല്ല. അങ്ങനെ കടലാസ് ഇങ്ങനെ മടങ്ങി വന്നതല്ല. അവിടെ റിപ്പോർട്ട് അയച്ചില്ലേ? അതിന്റെ കടലാസ് തിരിച്ചു വന്നു. തോലിക്ക് താളെടുക്കുന്നു പറഞ്ഞിട്ട്. ജോലിക്കല്ല, ജോലിക്ക് ആളെടുക്കുന്നു പറഞ്ഞു. ഞാൻ അങ്ങനെ പാലക്കാട് ഇല്ല. പാലക്കാട് ഇല്ല. എവിടെ വിറ്റ? ഇവിടെ മഹാബലി പാലക്കാട് ജില്ല. അതന്നെ മുസ്തഫ. ഞാൻ മുസ്തഫയല്ലേ, എന്റെ പേര് ചന്ദ്രൻ. മുത്തപ്പ അങ്ങനെ ഞാന് അവിടെ പോയിട്ട് എന്താ പണി ജോലി അവിടെ പോയി പണി നോക്കുകയല്ല മുത്ത. അതിനനുസരിച്ച് ഒരു ഉദ്യോഗം നോക്കണം. ഈ മിലിറ്ററി പണി ചെയ്തിട്ട് നമുക്ക് ശമ്പളം കിട്ടുമോ? ആ പണി നാ വേണ്ട വെച്ചു. അങ്ങനെ വീട്ടിൽ വന്നിരിക്കുകയല്ല. എന്റെ അപ്പനും അമ്മയും കൂടി പറഞ്ഞു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഈ ഒരു സ്വയം തൊഴിലിന് എഴുതി കൊടുക്കടാ. കമ്പിളി പുഴു വളർത്തന്നെ. കമ്പിളി പുഴു വളർത്താൻ എനിക്ക് ജീവിതം
പിന്നെ എന്ത് പിഴുവ് വളർത്തുന്നത്? പിന്നെന്താ വളർത്തിയത്? എന്ത് പിഴുവാ പിന്നെ വളർത്തേണ്ടത്? വളർത്തേണ്ടത് വേറെയാണ്. എടാ പശുവിന് വാങ്ങി വളർത്തടാ. പശുവിനെ അല്ലാന്ന് ഈ പുഴുവിനെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ രോമം എടുത്താലോ? രോമം കൊടുത്താലും തീര് നായി പറുപ്പുണ്ടാക്കാ. മകാമി കമ്പിളിപ്പുഴുകൊണ്ട് രോമം ഉണ്ടാക്കിട്ടേ കമ്പിളിപ്പറുപ്പ് മകാമി അതുകൊണ്ട് 3 കുട്ടികൾ പഴിച്ചിട്ട് നീ ഒളിച്ചിട്ടേ ഇല്ല. അതിന്റെ സുഖം മുണ്ടാണ്ട് ഉറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പിളിപ്പുഴു വേണ്ട പറയുന്നത്. ആ പണി വേണ്ട. പിന്നെ അങ്ങനെ കൃഷിക്കാരുണ്ട്. കൃഷിക്കരുതി എന്ത് കൃഷി? കഞ്ചാവ് കൃഷി. ഭാവിയെ ഇന്ന് കഞ്ചാവിന്റെ ചൂരുകാട്ടത്തിന്റെ പോലീസുകാർ പിടിക്കുകയും ചെയ്തു. 6 മാസം അതിനുള്ളിൽ കൊണ്ട് വിടുകയും ചെയ്തു. 6 മാസം നിന്ന് ജയിലിൽ വിട്ടാ. എന്നിട്ടോ അതില് പോലീസുകാർക്ക് പറഞ്ഞ എന്ത് സ്നേഹമാണ്. ഞാൻ അവിടെ നിന്ന് മൂത്രമൊഴിക്കാൻ പോട്ടെ വേണ്ടി വെളിയിലിറങ്ങി അവിടെയുള്ള സകല പോലീസും എന്റെ പിന്നാലെ വരും. നീ കിട്ടിയ വഴിക്ക് ഓടിയാലോ പിടിക്കണ്ടേ? അതിനു വേണ്ടി ഇതിന്റെ പിന്നാലെ വരികയാണ്. പിന്നാലെ വരികയല്ല മുത്തപ്പ. അതൊക്കെ പോട്ടെ. അവിടെ നമുക്ക് അറിയുന്ന പണി അറിയുന്ന പണി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തക്കതായ വരുമാനമുണ്ട്. ഞാൻ കടീനടി വീട്ടിൽ ഒന്നും അയച്ചില്ല. വരുമ്പോ ഞാൻ എന്ത് കൊണ്ടുവന്നു? എത്ര കൊണ്ടുവന്ന്? കണ്ടമാമിനി അപ്പനമ്മയും കൂടി 3 ദിവസം ഇരുന്നെണ്ണിട്ടുണ്ട്. അപ്പനമ്മയും കൂടി 3 ദിവസം ഇരുന്നെണ്ണിയാ? എത്രയുണ്ട് ഭാസ്കര? അവര് എണ്ണി നോക്കുമ്പോ അതിന് 9 ഉറുപ്പിയുണ്ട്. 9,000 ഉറുപ്പിയുണ്ട്. അതുകൊണ്ട് ഉണ്ടായിരുന്ന പറ്റുമോ മുത്തപ്പ? അപ്പൊ തന്നെ എന്റെ അപ്പനും അമ്മയും എന്റെ മുഖത്ത് നക്കിയിട്ട് പറഞ്ഞു. മഹാഭാബി മുഖത്ത് നക്കിയിട്ടല്ല മുഖത്ത് നോക്കി പറഞ്ഞു. കുട്ടി നീ ഇപ്പൊ തന്നെ ഒരു പുണ്ട് കെട്ടണടാ. നിനക്കൊരു കല്യാണം കഴിക്കണടാ വേണേ പറഞ്ഞു. അപ്പൊ എന്റെ മുഖത്ത് നക്കിയിട്ട് പറയണ്ടേ? നിനക്കാണ് ഈ വയസ്സും പ്രായങ്ങളൊക്കെ ഒരുപാട് ആയിക്കൊണ്ട് വരും. എനിക്ക് വയസ്സും പ്രായമായി. എന്റെ കണ്ണടക്കുമ്പോഴേക്കും നിൽക്കാൻ കല്യാണം കഴിച്ച് അയാൾ പറഞ്ഞ മര്യാദയല്ലേ? എടാ ഞാൻ മരിക്കുന്നതിന് മുൻപ് നീ ഒരു മകനല്ലേ ഉള്ളൂ, എനിക്കൊരു കല്യാണം കഴിച്ച് പറഞ്ഞോ. അങ്ങനെ പെണ്ണ് കാണാൻ അങ്ങനെയല്ല, പെണ്ണ് കാണാൻ പുറപ്പെടുകയല്ല. അവന്റെ പഠിക്കാൻ പോണ്ടപ്പെടുവാണെന്ന് പോണ്ടേടാ. പഠിക്കാൻ പോണ്ടതാണോ ചോദിച്ചത്? ആ ഗേറ്റിന്റെ അവിടെ പോയവർ അകന്ന് പോയവരെ കിട്ടേണ്ടി വരികയാണ്. അവിടെ പോകാൻ പറ്റില്ല. അകന്ന് പോയവരെ കിട്ടേണ്ടി വരും. അകന്ന് പോയവരെ കിട്ടേണ്ടി വരും. അതെന്താണ് കാരണം? 10 നായ വെച്ച് കിടക്കണം അവിടെ. 10 വരെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ലയോ? അങ്ങനെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയി കല്യാണ പത്രിക അടിച്ചു. എന്റെ കല്യാണത്തിന്റെ പന്തൽ ദേശം പറയട്ടെ. സെറ്റപ്പ് പാണ്ട് ഷൺമുഖച്ചന്റെ പേരിൽ അയാളുടെ മകൻ കൊടുത്തരുക മുട വാങ്ങി വാഴ്ത്തി. ചുറ്റും വേലി കത്തി ചിങ്കാരം
എവിടെ അവിടെ പോയാലും തുണിയില്ല. തുണിയാ തുണിയിലാണ് നടക്കുന്നത്. തുണിപ്പന്തൽ എവിടെയും കിട്ടാൻ വഴിയില്ല. ടാർപ്പായി നോക്കി എവിടെയും കിട്ടാൻ വഴിയില്ല. ഓടിയുമില്ല പട്ടിയുമില്ല. ഓ എന്റെ കല്യാണത്തിന് പന്തല് മേയാൻ പെട്ട പാട്. ഒരുപാട് ബുദ്ധിമുട്ടിയാ. 3 ആളിനെ ഞാൻ കുളത്തിലിറക്കി. അതെന്തുകൊണ്ട് മേഞ്ഞു പറ. കുളത്തിലെ ചെത്തി വരി പന്തലൊന്ന് മേലിറങ്ങി. കുളത്തിലെ ചെത്തി വരി പന്തലൊന്ന് മേലിറങ്ങി. എത്ര നേരം ഇരിക്കും? ഒരുപാട് നേരം ഇരിക്കുമല്ലോ. ഒരുപാട് നേരം 2 മണിക്കൂർ ഇരിക്കും ഞങ്ങളവിടെ കല്യാണത്തിന് വന്നാൽ. 2 മണി 3 മണി വരെയൊക്കെ ഇരിക്കും അല്ലേ? അതെ. ചീട്ടും കളിച്ചിട്ട് ചേട്ടന് കളിയുണ്ട്. രാത്രി. എന്റെ അവിടെ അങ്ങനെയല്ലോ. പിന്നെ നിന്റെ അവിടെ എന്ത് ചെയ്യും? എന്റെ അവിടെ ഒറ്റ ദിവസത്തിന് വന്ന ആൾക്കാര് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മണിയറിൽ കയറിയിട്ട് പോകാൻ പറഞ്ഞ ഫോണില്ല ഭാവികൾ. തന്നെ പോണില്ല. അതെന്താ കാര്യം അങ്ങനെ പോകാണ്ടിരിക്കാൻ? എയർ കണ്ടീഷൻ. എയർ കണ്ടീഷനാ? ആ വേനൽക്കാലത്ത് കുളു 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 കുളുന്നുള്ള പന്തലെന്നായിട്ടിരിക്കുന്നത്. അതെയാ? ചണ്ടിവാരി മുകളിലേക്കത്ത് ചൊടി ചൊടന്ന് വെള്ളം വെച്ചാണ് ഒരാള് ഉറക്കം തോന്നില്ല. അഥവാ ഈ ചണ്ടിയില് വെള്ളം പറ്റിയ തൊട്ട വീട്ടില് മോട്ടർ എടുത്ത് ഒരൊറ്റ നനയ്ക്കലാണ്. ചൊടി ചൊടന്ന് വെക്കലാണ്. അപ്പൊ അങ്ങനെ പന്തല് മേഞ്ഞു. പക്ഷേ ചുറ്റും ഇതുപോലെ ഒരു മാരണം വേണ്ട. ഇതൊന്നും ചന്തമില്ല. പൂക്കൾ നല്ല മണമുള്ള പൂക്കൾ. അപ്പൊ ഇവിടെ എത്ര മണങ്ങൾ ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മണമാണ് അല്ലേ? ഈ പൂ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മണം നമുക്ക് പമ്പിന്റെ മുമ്പിൽ പോയി നിന്നാലും അടിക്കും. അത് ഏത് പോവാണ്? തൊട്ടാവാടി 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 വയസ്സായ ആൾക്കാർക്ക് നമ്മളെ കുട്ടികളൊന്നും അല്ലല്ലോ ഗന്ധിച്ചാല് കൂടുന്നടാ അവർക്ക്. വായനശാല അവര് കൂടെ കൂടുവോ? അല്ല നീ ഇങ്ങനെ പന്തിലിട്ട് കല്യാണം കഴിച്ചില്ലേ? കഴിക്കുക പറഞ്ഞ എന്റെ കല്യാണത്തിന് ആൾക്കാരാണെങ്കിൽ എങ്ങനെ നരിയായിട്ട് വരും. മഹാഭാവി വരി വരിയായിട്ട് വരുമെന്ന് പറ. ഞാനങ്ങനെ നമ്മുടെ ഈ വെപ്പുകാരന്റെ അടുത്ത് മില്ലൊക്കെ വെപ്പുകാരെ കൊണ്ട് ബില്ല് എഴുതി വാങ്ങിച്ചു. പള്ളിവാളയം പരിപ്പ് സാമ്പാർ കൊടുക്കട്ടെ. അത് വെക്കണവിടെ നിന്റെ അവിടെ വെക്കില്ലയോ? പള്ളിവാളയം പരിപ്പ് ചേനക്കിഴങ്ങ് പിന്നെ കുമ്പളങ്ങ പിന്നെ 4 ഇളവനും കുമ്പളങ്ങി ഇളവൻ ഒരേ സാധനം തന്നെ. അതിന് 5 കിലോ കത്തിരിക്ക 5 കിലോ കത്തിരിക്ക 3 കിലോ
വഴുതിരിഞ്ഞു അതിലേക്ക് ഒന്ന് തന്നെ ഒരേ സാധനം തന്നെ കത്തിരിക്ക് വഴുതിരിഞ്ഞ് ഒന്ന് തന്നെ 50 തേങ്ങ മതിയോ 50 തേങ്ങ 50 തേങ്ങ തേങ്ങ വാങ്ങിയാ 50 തേങ്ങ പിന്നെയോ 40 നാളികേരം